ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയ ഒരു സ്പെഷ്യൽ കുഴക്കട്ടയാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചവ്വര് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ കുഴക്കട്ടയ്ക്കായിട്ടുള്ള മാവ് ഞാൻ 1.5 കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ടാണ്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിയിപ്പിച്ചെടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അരിച്ചെടുത്ത ശർക്കര പാനിയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചവ്വര് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയിലേക്ക് ചവ്വര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഇതെല്ലാം മധുരമെല്ലാം എല്ലാവരും ഇഷ്ടത്തിന് എടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആരും ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല. നമ്മൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലോട്ട് നമ്മളെ വീഡിയോ എത്തത്തുള്ളൂ. എല്ലാവരും നമ്മളെ ചാനൽ കാണുമ്പോൾ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ നമ്മൾ ദാണ്ട ഇതെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഴക്കട്ടയ്ക്കുള്ള മാവ് ഈ രൂപത്തിലാക്കി നമ്മൾ ഞെടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഉരുളകളാക്കി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കൈവെള്ളയിലോട്ട് ശകലം വെള്ളം ഒന്ന് തടവിയിട്ട് നമ്മൾ ദാണ്ട ഇതേ രീതിയിലൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് മാവ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.